ഓക്കെ, ഇപ്പോൾ ഗെയിം ചേഞ്ചർ കണ്ടു. അവർ തൊട്ട് ഒരുപാട് പേര് ആ പടത്തിനെ നെഗറ്റീവ് പറയാണല്ലോ. നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ആദ്യം നമുക്ക് രാം ചരണിൽ നിന്ന് തുടങ്ങാം. രാം ചരൺ എത്ര നല്ല ആക്ടറാണെന്ന് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ഫൈറ്റിൽ പുള്ളി ഇടുന്ന ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ മലയാളികൾ ഇരു കൈ നീട്ടി തീരെ ഇറങ്ങിയപ്പോൾ തൊട്ടേ സ്വീകരിച്ച നടനാണ്. ആസ് യൂഷ്വൽ ഫസ്റ്റത്തെ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ കിഡിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് ഒരു പരിധി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു പടത്തിൽ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പടത്തിൻ്റെ ഒരു വെർഡിക്റ്റ് ഫുള്ളായിട്ട് ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നെ എസ് ജെ സൂര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ എസ് ജെ സൂര്യ ഈ പരിപാടി വിട്ടുപിടിക്കേണ്ട സമയമായി. ഈ കലി തുള്ളി പ്രാന്ത് പിടിച്ച് എന്നും പറഞ്ഞു പുള്ളിയിട്ട് വില്ലനിസം കാണിച്ച് സത്യം പറഞ്ഞ പരിപാടി തന്നെ മടുത്തു. പുള്ളി കുറച്ച് നാളത്തേക്കെങ്കിലും ഈ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഈ ബഹളം വെച്ച് പ്രാന്ത് പിടിച്ച പോലെ നടക്കുന്ന ഇതുപോലത്തെ വില്ലൻ വേഷങ്ങളൊന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ വളരെ ഗുണം ചെയ്യും പുള്ളിക്ക്. പിന്നെ നമ്മുടെ നായിക കിയാറ അദ്വാനി നല്ല രീതിയിൽ നല്ല രസമാണ് കണ്ടിരിക്കാനൊക്കെ, നല്ല രസമാണ്. വെറും ഒരു ഐ ക്യാൻഡി റോളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നായകൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വലിയ രീതിയിലുള്ള വലിയൊരു പാർട്ട് പ്ലേ ചെയ്യാനില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പം ഇറങ്ങുന്ന നമ്മുടെ മാസ് മസാല പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇത്തിരിയെങ്കിലും നായികയ്ക്ക് പ്രാധാന്യം ഉണ്ടെന്ന് തന്നെ പറയാം ഈ പടത്തിൽ. പിന്നെ പടത്തിൻ്റെ ഫൈറ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട് പലതും. ഈ ഓവർ ദ ടോപ്പ് ഫൈറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഫൈറ്റുകളായിരുന്നു. തുടക്കത്തിലെ കുറേ ഫൈറ്റുകളൊക്കെ കിട്ടിയില്ലായിരുന്നു. പക്ഷെ അവസാനത്തോടെടുത്തപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റിൽ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയത്. അതൊക്കെ വളരെ വളരെ മോശമായിട്ട് തോന്നുകയും ചെയ്തു. പിന്നെ നമ്മുടെ ജയറാമേട്ടൻ ഈ പടത്തിലുണ്ട്. നിങ്ങൾ എന്നെ പോലെ തന്നെ ജയറാമേട്ടന് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ പടം കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് സഹിക്കില്ല. അയാൾ ഏത് ലെവലിൽ പടം ചെയ്തു വെച്ച ആളാണെന്ന് നമുക്കറിയാം. നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട ആളാണ് പുള്ളി. ആ ആള് എസ് ജെ സൂര്യയുടെ തല്ലും തൊഴിയും കൊള്ളാനും കിയാറ അദ്വാനി വരെ എടുത്തിട്ടടിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ. എൻ്റെ പൊന്ന് ദൈവം, എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര നല്ല നടനാണ്, എത്ര നല്ല പടം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഇവിടെ. ആ പുള്ളി കണ്ണിക്കണ്ട തെലുങ്കിലൊക്കെ പോയി കിടന്നിട്ട് അവരുടെ തല്ലും തൊഴിയും കൊള്ളുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സത്യമായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ജയറാമേട്ടൻ ഇപ്പോൾ അധികം അങ്ങനെ മലയാളത്തിൽ ആക്റ്റീവ് അല്ല, കൂടുതലായിട്ടും തമിഴും തെലുങ്കും അങ്ങനത്തെ റോളുകളൊക്കെയാണ്. പക്ഷേ അവിടെ കുറച്ചുകൂടി അത്യാവശ്യം നല്ലൊരു റോളുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വൈകുണ്ഠപുരത്തിലാണെങ്കിലും അത്യാവശ്യം നല്ല റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ശങ്കർ പടം എന്നും പറഞ്ഞപ്പോൾ ചാടിത്തുള്ളി പോയതായിരിക്കും. പടത്തിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ലുക്ക് പോലത്തെ ഒരു സംഭവം വന്നിട്ടായിരുന്നു. അപ്പോൾ ജയറാമേട്ടൻ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ആയിരുന്നു ആദ്യം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്നിട്ട് ജയറാമേട്ടൻ അത് ഇട്ടപ്പോൾ എഡിറ്റ് ചെയ്ത് പുള്ളിനെ ഫ്രണ്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു, അപ്പോഴേ ജയറാമേട്ടൻ തിരിച്ചറിയേണ്ടതായിരുന്നു ഇതൊക്കെ. ആൻഡ് ദ മാൻ ഓഫ് ദ മാച്ച് ശങ്കറിനെ പറ്റി പറയണം. ഞാൻ കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എന്തിരൻ ഇറങ്ങുന്നത്. അന്ന് ചാലക്കുടി ജംഗ്ഷനിൽ തന്നെ ചിട്ടി റോബോട്ടിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തമിഴ് പടം ചാലക്കുടി പോലത്തെ ഒരു ചെറിയ സ്ഥലത്തുണ്ടാക്കിയ ഒരു ക്രേസാണ് ഈ പറയുന്നത്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൻ്റെ എൻ ഗെയിമൊക്കെ എടുത്ത നമ്മുടെ റൂസോ ബ്രദേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് ഏജ് ഓഫ് അൾട്രോൺ എടുത്തത്. അൾട്രോണിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ മൊത്തം നമ്മുടെ രജനീകാന്തിൻ്റെ യന്തിരനിലെ ലാസ്റ്റ് മറ്റേ ക്ലൈമാക്സിൽ വലിയൊരു റോബോട്ട് വരില്ലേ, അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ സാധനം എടുത്തതെന്ന് പറയുന്നുണ്ട്. അത്രയും ഹോളിവുഡിൽ കിടക്കുന്ന അവർ വരെ ഇൻസ്പയർ ചെയ്ത മനുഷ്യനാണ് അയാൾ. അയാളിപ്പോൾ ഇങ്ങനെ അതപ്പതിച്ച് കാണുന്നത് കണ്ട് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. മുതൽവനും ശിവാജിയും നൻപനും ബോയ്സൊക്കെ ചെയ്ത മനുഷ്യനാണിതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒറ്റ മനുഷ്യനും വിശ്വസിക്കില്ല. അതുപോലത്തെ ഒരു അധപ്പതനമാണ് ആ മനുഷ്യനുണ്ടായിരിക്കുന്നത്. അതുപോലത്തെ അധപ്പതനം. ഇനി നമുക്ക് ഗെയിം ചേഞ്ചറിലേക്ക് വരാം. ഞാൻ പൊതുവേ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും, ഞാൻ പൊതുവേ ഓവർ ദ ടോപ്പ് മാസ് മസാല പടങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിക്കാണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ഇരുന്ന് കാണുന്നതാണ് തെലുങ്ക് പടങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ പടങ്ങളൊക്കെ. പക്ഷേ ഈ പടം സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ബിലോ ആവറേജ് ആയിപ്പോയി. കാരണം ഭയങ്കര ഇന്ത്യൻ 2 പോലെ കാട്ടവരാതോ കണ്ടിരിക്കാൻ പറ്റാത്ത സാധനമൊന്നുമല്ല കേട്ടോ. പക്ഷേ എന്നാലും കുറേ സംഭവങ്ങളുണ്ട്. ഇതൊരു 2.25 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു പടം, ഒരു 2.25 മണിക്കൂർ. അതിൽ ഏകദേശം 1/4 മണിക്കൂർ നമുക്ക് ഒരു രീതിയിലും സഹിക്കാൻ പറ്റുന്ന ഒരു സീനുകളല്ല.
ആ ഒരു 2.25 മണിക്കൂർ. അല്ലാത്ത ഭാഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്രെയിൻ റോട്ട് പോലെ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ളൊരു രീതിയിൽ നമുക്ക് കണ്ടിരിക്കാനെങ്കിലും പറ്റും. നല്ല രസമായിട്ട് ചില സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു മാസ് മസാല പടം ചെയ്യുമ്പോൾ ശരിക്കും ഇമോഷണൽ കണക്ട് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ക്രൂഷ്യലാണ്. ആ ശിവാജി പോലത്തെ ഒരു സാധനം കൊടുത്ത ശങ്കറിൻ്റെ പോലത്തെ മനുഷ്യന് അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും എന്താണ് പുള്ളിക്ക് പറ്റിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും പുള്ളി കയറി വരട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. ഏതൊരു മനുഷ്യനൊരു ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഇത് ഒരു താഴ്ചയാണെന്ന് ഞാൻ കരുതിക്കോളാം. പക്ഷേ ഇന്ത്യൻ 2 ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ത്യൻ 2 സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ പോലും പറ്റൂല. ചിത്രാരവിന്ദൻ സോഷ്യൽ മീഡിയ എൻ്റെ പൊന്നളിയോ, അതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല. സിദ്ധാർത്ഥിനെ ഏറ്റവും വെറുത്തുപോയി ആ ടൈമിൽ. കമൽഹാസനെ, അതെ കമൽഹാസൻ്റെ പോലത്തെ ഒരാൾ ഇതുപോലത്തെ പടം ചെയ്യുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. അതാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലത്തെ ഒരു പടത്തിൽ നിന്ന് അത്യാവശ്യം ഒരു പിന്നെയും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഗെയിം ചേഞ്ചറിലെത്തിയിട്ടുണ്ട്. ഇനി നല്ല രീതിയിലുള്ള നല്ല പടങ്ങൾ എടുക്കുമായിരിക്കാം, എനിക്കറിഞ്ഞൂടാ, ഭാവിയിൽ അത് സംഭവിക്കട്ടെ. പിന്നെ ഗെയിം ചേഞ്ചറിലേക്ക് ആകത്തുകയായിട്ട് പറയുകയാണെങ്കിൽ ആക്ഷൻ ബ്ലോക്സ് ഭയങ്കരമായിട്ട് നല്ലതായിരുന്നു. ഭയങ്കര നല്ലതായിരുന്നു. തുടക്കത്തിലെ ആക്ഷൻ ബ്ലോക്സ് ആണ് ഓവർ ദ ടോപ്പ് എന്ന് വെച്ചാൽ വളരെ കിഡിലനായിട്ട് നല്ല ഹൈ മൊമെൻ്റ് വരുന്ന സാധനമായിരുന്നു. പിന്നെ ശരിയാണ്, ഭയങ്കര ലോജിക്കൊന്നും നോക്കാൻ പോകണ്ട, കാരണം തപ്പിയാലും കിട്ടില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്, അങ്ങനത്തെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ബ്രെയിൻ റോട്ട് അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മളിരുന്നാൽ നല്ല രീതിക്ക് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ കോമഡി ഓഫ് കോഴ്സ് ഭയങ്കര ചിരിച്ചു അങ്ങനത്തെ ഒന്നും സംഭവങ്ങളൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ജയറാമേട്ടൻ നന്നായിട്ട് കോമഡി ചെയ്യുമല്ലോ, അതൊക്കെ സെറ്റായിട്ടുണ്ട്. പക്ഷെ ഒരുമാതിരി അടിമക്കണ്ണിൻ്റെ പോലെ പുള്ളി SJ സൂര്യയുടെ അടിമക്കണ്ണ്, അത് കാണുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ ഒരു സംഭവം. പിന്നെ നമുക്ക് എല്ലാവർക്കും ട്രെയിലറെങ്കിലും കണ്ട എല്ലാവർക്കും മനസ്സിലാവും, 2 രാംചരനുണ്ട്. അതിൽ അച്ഛൻ ക്യാരക്ടർ എങ്കിലും ഇത്തിരി പണിയെടുത്ത പോലെ എനിക്ക് തോന്നി. നല്ല രീതിക്ക് അത്യാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, ഇത്തിരിയെങ്കിലും എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് മര്യാദയ്ക്ക് അത് പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പടം പടം റിലീസായിപ്പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാകത്തുകയായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു വീക്കെൻഡിൽ ചുമ്മാ പോയിരിക്കണം, വെറുതെ കുറച്ച് നേരം സമയം കളയാനുണ്ട്, പൈസയും ഉണ്ട്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണണം എന്നുള്ള രീതിയിലൊരു പോയിരുന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വലിയ സീൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പലർക്കും പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമാവും പടം. പിന്നെ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ബിലോ ആവറേജ് ഒരു പടം, ഭയങ്കര സെറ്റപ്പൊന്നുമല്ല. സാധാരണ ഞാൻ അതുപോലത്തെ പടങ്ങൾ ആസ്വദിക്കാറുണ്ട്, പക്ഷേ അതിനും ഒരു ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി വേണം, എന്നാലേ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത്രയും പോലും ഒരു ഇതുണ്ടായിട്ടില്ല.